പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തെ ഒന്നാകെ നടുക്കിയ ഒരു സംഭവമായിരുന്നല്ലോ വയനാട്, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിലും താമരശ്ശേരിയിലെ വിലങ്ങാട് പ്രദേശത്തുമുണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലും അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഭവനനാശവും മനുഷ്യനാശവുമെല്ലാം. ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലെ കത്തോലിക്ക സഭ ഉണർന്ന് പ്രവർത്തിക്കുകയും KCBCയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽ ക്ലേശമനുഭവിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് സാന്ത്വനമാകുവാൻ തീരുമാനിക്കുകയും ചെയ്തു. പലതരത്തിലുള്ള ഇടപെടലുകളും സഭയുടെ നേതൃത്വത്തിൽ ആ പ്രദേശങ്ങളിൽ നടത്തുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭവനരഹിതരായി തീർന്നവർക്ക് സ്വന്തമായി ജീവിക്കുവാൻ സ്ഥലവും വീടുകളും നിർമ്മിച്ച് നൽകുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഫലമായി 100 വീടുകൾ നിർമ്മിച്ച് നൽകുവാൻ KCBC തീരുമാനമെടുക്കുകയും അത് സഭയെ അറിയിക്കുകയും ചെയ്തു. എല്ലാവരുടെയും നിർലോഭമായ സഹകരണത്തിലൂടെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഭവനത്തിന് 10 ലക്ഷം രൂപ വെച്ച് 10 കോടി രൂപയാണ് നമ്മൾ സമാഹരിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. എന്നാൽ സഭയുടെ നിർലോഭമായ സഹകരണം മൂലം ആ ലക്ഷ്യം കവിയുകയും ഏതാണ്ട് 11 കോടിയിലധികം രൂപ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി വയനാട് മേഖലയിലുള്ള ബത്തേരി, മാനന്തവാടി, കോഴിക്കോട്, താമരശ്ശേരി എന്നീ രൂപതകളുടെ നേതൃത്വത്തിൽ ഭവനരഹിതരായവർക്ക് പുനരധിവാസത്തിന് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ഭവനങ്ങൾ നിർമ്മിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. 100 ഭവനങ്ങൾ ലക്ഷ്യം വെച്ചുവെങ്കിലും അത് ഇപ്പോൾ ഏതാണ്ട് 140 ഭവനങ്ങൾ പണിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലേതാണ്ട് 70ഓളം ഭവനങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൈമാറിക്കഴിഞ്ഞു. ബാക്കിയുള്ളവയുടെ പണി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മാനന്തവാടി രൂപത വാഴവറ്റ എന്ന സ്ഥലത്ത് ഏതാണ്ട് 3.5 ഏക്കറോളം സ്ഥലം വാങ്ങി 35ഓളം ഭവനങ്ങൾ അവിടെ ഒരുമിച്ച് ഒരു ചെറിയ ടൗൺഷിപ്പ് പോലെ പണിയുകയാണ്. വിലങ്ങാട് പ്രദേശത്ത് എല്ലാവർക്കും വ്യക്തിഗതമായി സ്ഥലങ്ങൾ വാങ്ങി ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഭവനങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന ഏപ്രിൽ മാസം 7-ാം തീയതി വിലങ്ങാട് പ്രദേശത്തെ ഭവനങ്ങളുടെ പണികൾ ഏതാണ്ട് പൂർത്തിയാവുകയും ശേഷിക്കുന്ന ഭവനങ്ങളെല്ലാം ഒരുമിച്ച് ആശീർവദിച്ച് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യുകയാണ്. കൂടാതെ KCBC തുടർന്ന് കുറേ നാളുകളിലേക്ക് ഈ സംഭവത്തിൽ അകപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് കൈത്താങ്ങായി നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളും കൂടി ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. KCBCയുടെ ഈ പദ്ധതിയിൽ പങ്കുചേരുവാൻ സന്മനസ് കാണിച്ച എല്ലാവരെയും സ്നേഹപൂർവ്വം യേശുനാമത്തിൽ അഭിവാദനം ചെയ്തുകൊണ്ട് നിർത്തുന്നു.